PCOS ഉള്ള പലരും ഒരു കെട്ട് പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മനം അടുത്തു എന്ന് പറയാറുണ്ട്. ഇത്രയും മെഡിസിൻസ് എടുത്തിട്ടും പീരീഡ്സ് ആവുന്നില്ല, അല്ലെങ്കിൽ പ്രഗ്നൻസി ആവുന്നില്ല എന്ന്. അതുപോലെ വണ്ണം കൂടുതലുള്ളവർ സഹതാപം അർഹിക്കുന്ന രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് PCO ആണ്, അതുകൊണ്ടാണ് വണ്ണം കുറയാത്തത് എന്നൊക്കെ. പലപ്പോഴും PCO കാരണം വണ്ണം കൂടുന്നതല്ല, നിങ്ങളുടെ വണ്ണം കൂടുന്നത് കൊണ്ടുള്ള ഹോർമോൺ ഇംബാലൻസ് PCOയിലേക്ക് നയിക്കുന്നതാണ്. PCOS ജനറ്റിക് കമ്പണന്റ് നന്നായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അല്ലാതെ അണ്ടാശയ രോഗമല്ല. സ്ത്രീകളിൽ മെയിൽ ഹോർമോൺ ലെവൽ കൂടി ഓവുലേഷൻ നടക്കാതെ ഇറഗുലർ പീരീഡ്സ് ആവുന്നതും നോർമലി ഷുഗർ ലെവൽ കുറയ്ക്കുന്ന ഇൻസുലിൻ ഹോർമോണോടുള്ള റെസിസ്റ്റൻസ്, പ്രമേഹ സാധ്യത കൂട്ടുന്നതും ഒക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ. നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് ഒരുപക്ഷെ പീരീഡ്സ് കറക്റ്റ് ആക്കാനാവാം, മെയിൽ ഹോർമോൺ ലെവൽ കുറയ്ക്കാനാവാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനാവാം, ഓവുലേഷൻ ഉണ്ടാക്കാനാവാം. പ്രശ്നങ്ങൾക്കൊക്കെ കൺട്രോൾ ഇടാമായിരിക്കാം, പക്ഷെ മൂലകാരണത്തിനുള്ള കൺട്രോൾ അതാരാ ചെയ്യുക? ജനറ്റിക് കമ്പണന്റ് നമുക്ക് ഓൾട്ടർ ചെയ്യാനേ പറ്റില്ല, പക്ഷെ ലൈഫ് സ്റ്റൈൽ അത് മാറ്റിയേ തീരൂ. ആ എഫേർട്ട് നിങ്ങൾ എടുക്കാത്തിടത്തോളം PCOS ഒരു മാറാരോഗം തന്നെയാണ്. അതിന് ഡോക്ടേഴ്സിനെ ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല, മാറേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ എക്സസ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റും എക്സസൈസ് ഇല്ലായ്മയുമാണ് ഇവിടുത്തെ മൂലകാരണം. അതിന് നേരെ കണ്ണടയ്ക്കല്ലേ. PCOS മാറാരോഗമാവുന്നത് ആർക്കൊക്കെ? ഡയറ്റ്, എക്സസൈസ് ഒന്നും ശ്രദ്ധിക്കാതെ വെറുതെ മെഡിസിൻസ് മാത്രമേ എടുക്കുന്നവർ, വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമം ഡയറ്റ് മാത്രമാണെന്ന് കരുതുന്നവർ, എക്സസൈസ് എന്ന് കേട്ടിട്ടേ ഇല്ല, ഡയറ്റ് എന്നാൽ വെറും പട്ടിണി കിടപ്പാണെന്ന് കരുതുന്നവർ, ഡയറ്റ് എക്സസൈസ് ഒക്കെ ഒരു കോഴ്സ് പോലെ 3-4 മാസത്തേക്കാണെന്ന് കരുതുന്നവർ, എക്സസൈസ് വെയിറ്റ് റിഡക്ഷൻ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാത്തവർ. നിങ്ങൾ ഇതിൽ ഏതൊരു ഗ്രൂപ്പ് പെടുമെന്ന് കമന്റ് ചെയ്യൂ. PCOS ഉള്ളവർക്കുള്ള ഡയറ്റ് എക്സസൈസ് എങ്ങനെ നോക്കണമെന്ന് നെക്സ്റ്റ് പാർട്ടിൽ പറയാം.